ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചില്ല. കാരണം എനിക്ക് എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു. എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി ഇന്നലെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് സംഭവിച്ചത്. അപ്പോൾ പെട്ടെന്ന് കുറേ പരസ്യങ്ങളൊക്കെ വന്ന് എനിക്കത് ഒന്നാമത് എനിക്ക് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളെ ABCD അറിയില്ല, ഒന്നും അറിയില്ല. എനിക്കത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ജസ്റ്റ് നമ്മളതൊക്കെ പഠിച്ച് എഴുതി വെച്ച് പഠിച്ച് എനിക്ക് അങ്ങനെയാണ്. എനിക്ക് ടെക്നിക്കൽ ഇററുള്ള കൂട്ടത്തിലാണ്. എനിക്ക് ഇങ്ങനത്തെ മൊബൈല് പിന്നെ കറണ്ട് അങ്ങനത്തെ ഒരു സംഭവങ്ങളോട് ഒരു പേടിയും കാര്യങ്ങളൊക്കെയാണ്. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് മോശമായി പോവോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് ചീത്തയായി പോവോ, അല്ലെങ്കിൽ ചീത്തയായി കഴിഞ്ഞാൽ പിന്നെ വഴക്ക് കിട്ടും. നന്നായി വഴക്ക് പറയുന്ന ആൾക്കാരെന്നെ എല്ലാവരും നല്ല, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഹസ്ബൻഡ് അടക്കം എന്തെങ്കിലും സംഭവിച്ചാൽ നല്ല വഴക്ക് പറയും. ചില സമയത്ത് ഹസ്ബൻഡായിരിക്കും പിന്നെയും ഒന്ന് വഴക്ക് പറയാണ്ടിരിക്കുക, പക്ഷെ കുറച്ചെങ്കിലും എന്നാലും വഴക്ക് പറയില്ല എന്നല്ല. ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ചില സമയത്ത് വഴക്ക് പറയും. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഷോക്കാവും. അപ്പം എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഫോൺ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അപ്പോഴേക്കും ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇങ്ങനെ കംപ്ലൈൻ്റ് ആയി, എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്താ. അപ്പോൾ അത് ആൾക്കാണെങ്കിൽ ഓഫീസ് സ്ട്രെസ്സാണ് ആൾക്ക്, എപ്പോഴും ഓഫീസിലത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഓഫീസിൽ ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ ആ കാരണം ഓഫീസ് കാര്യങ്ങളിൽ നിൽക്കണ കാരണം അതിൻ്റെ ഇടയിൽ ഞാൻ വിളിച്ച് ഇങ്ങനത്തെ ഓരോ കംപ്ലൈൻറ്റ്സ് ചീത്തയായി. അപ്പോൾ പൈസ ചെലവിൻ്റെ വല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ കേൾക്കാനും കേൾക്കാതിരിക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞോണം കല്യാണം കഴിച്ചു പോയില്ലേ. അപ്പം ഞാൻ ചീത്തയാക്കി എന്നാണ് ഫസ്റ്റ് നമുക്ക് അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു അല്ല ചേട്ടാ, പക്ഷെ പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ആരോട് സംസാരിക്കായാലും ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റാതെയാണോ അത് അവർക്ക് മനസ്സിലാവാണ്ടാണോ എന്നെനിക്കറിയില്ല. പണ്ടേ മുതൽ അങ്ങനെ തന്നെയാണ്. ഞാൻ പുറത്ത് ആരോട് എന്ത് സംസാരിച്ചാലും അതെ എല്ലാവരും ഇങ്ങനെ നിൽക്കണോ. ഞാൻ ചോദിച്ചേട്ടാ ചേച്ചി എന്നൊക്കെ ചോദിക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയായാലും അമ്മയ്ക്ക് തന്നെ ഞാൻ സംസാരിച്ചൊക്കെ മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെയൊക്കെ അറിയാം, സംസാരിച്ചിട്ടൊക്കെ നമുക്ക് അങ്ങനെ വീട്ടിലുള്ളവർക്കൊക്കെ മനസ്സിലാവും പുറത്ത് എന്നുള്ളത് കേട്ടോ. അപ്പം ഇതേപോലെ വെള്ളമിറക്കാറുണ്ട് ഞാൻ. എന്താ പറയുക, നമ്മളോട് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തായാലും ഇങ്ങനെ വെള്ളം വരും വയൽ. അപ്പോൾ അങ്ങനെ വെള്ളം ഇറക്കിക്കൊണ്ടേയിരിക്കും, കൊതി കൂടിയതാ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ ഇട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ലൈഫിൽ ഞാൻ എന്നും തനിച്ചായിരുന്നു. അപ്പോൾ ആ തനിച്ചായ ഒരു വ്യക്തി തനിച്ചെന്നുള്ള രീതിയിൽ ജീവിച്ചു വന്നിട്ടുള്ള ആളാണ് ഞാൻ. കാരണം ഞാൻ തനിച്ചിരുന്നാണ് കളിക്കാറ്. ചെറുപ്പം തൊട്ട് ഞാൻ തനിച്ചിരുന്നാണ് കളിക്കാറ്. വീട്ടിൽ ചേച്ചി വലിയ ആൾക്കാരുടെ മുതിർന്നവരുടെ കൂട്ടത്തിലാണ് ചേച്ചീനെ ഉൾപ്പെടുത്തുക. എന്നെ അവരുടെ കൂട്ടത്തിൽ ഇരുത്തില്ല. എന്നെ എല്ലാവരും ഒഴിവാക്കും, എല്ലാ കാര്യത്തിൽ നിന്നും ഒഴിവാക്കും. വീട്ടിലെ സീക്രട്സ് തൊട്ട് പരസ്യം ചെയ്യുന്ന കാര്യങ്ങളിൽ വരെ ഞാൻ ഇൻവോൾവഡ് ആയിരിക്കില്ല. അതിന് വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് എറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ പോലെയാണ് ഞാൻ. അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി കുറേ വർഷം കല്യാണം ആവുമ്പോൾ ഹസ്ബൻഡ് ഞാൻ അങ്ങനെയൊക്കെയാണ് ഹസ്ബൻഡ് നമ്മളെ ചേർത്ത് പിടിച്ചൊക്കെ നടക്കുന്നതൊക്കെയാണ് ഞാൻ കണ്ടിരിക്കണം. അപ്പം അങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും, അങ്ങനെയൊക്കെ പിടിച്ച് നടക്കും, കയ്യൊക്കെ കാലൊക്കെ പിടിച്ച് നടക്കും എന്നൊക്കെ വിചാരിച്ച. പക്ഷെ അങ്ങനെ ഓവറായിട്ട് റൊമാൻസ് കാണിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. പക്ഷെ മനസ്സിൽ നിറച്ച് റൊമാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം എല്ലാ ഭാര്യമാരുടെ പോലെ എനിക്ക് മനസ്സിലാവാറൊന്നുമില്ല, ചിലപ്പോൾ മനസ്സിലാവും. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫോൺ കംപ്ലൈൻറ്റ് വന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ യൂട്യൂബാണ് എൻ്റെ ലൈഫ്. ഇപ്പോൾ യൂട്യൂബിൽ അതായത് എനിക്ക് സ്വയം കാണാനും കൂടിയിട്ടാണ് ഞാൻ വീഡിയോസ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്ന, നമ്മൾ ഹസ് എന്ന് പറഞ്ഞാൽ ചിരിച്ച് ഇരിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്, അതുപോലെ നമ്മൾ സങ്കടപ്പെടുന്ന മൊമെൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലൈഫിലൊന്നും നമുക്ക് ഇന്ന് കഴിഞ്ഞു പോകുന്ന ഒന്നും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് വീഡിയോസിൽ കാണുമ്പോൾ ഓക്കെ ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നു എന്ന് നമ്മൾക്ക് പോലും ഓർക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ പോലും എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തൊക്കെയാണ് ഞാൻ ചെയ്തിരുന്ന നല്ല കാര്യങ്ങൾ അല്ലേ. നമ്മൾ വീഡിയോസിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന അബദ്ധങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വീണ്ടും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. അതൊരു ദിവസം ഇല്ലാതെ ആയപ്പോൾ എനിക്ക്
സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ എനിക്ക് ഇവിടെ ഇങ്ങനെ ഭാരം. അപ്പോൾ ചേട്ടൻ ഒരു ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷമാണ് എന്നെ ഫോൺ റെഡിയാക്കാനായിട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുപോയി ആ കാര്യങ്ങളൊക്കെ ചെയ്തു. അവർക്ക് ഫോൺ അവിടെ എനിക്ക് ഫോർമാറ്റ് ചെയ്തപ്പോൾ എല്ലാവരും എൻ്റെ ഫോണിൽ നിന്നങ്ങും പോയി. ഫോട്ടോസ്, അതായത് ഞങ്ങൾ കുറച്ച് യാത്രകളൊക്കെ ചെയ്ത്, എനിക്ക് അടുത്ത കാലത്ത് യാത്രകൾ ചെയ്ത് എല്ലാ ഫോട്ടോസും പോയി. അതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് വെച്ചാൽ നിറച്ച് പരസ്യം വരുന്ന എനിക്കൊരു ആപ്പ് പോലും തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാ ഫോട്ടോസും എൻ്റെ കയ്യിൽ നിന്ന് പോയി, എല്ലാ ഫോൺ നമ്പേഴ്സും എൻ്റെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് അപ്പോൾ അങ്ങനെ കോണ്ടാക്ട്സും കാര്യങ്ങളും ഒന്നുമില്ലാണ്ട് ഞാൻ ഇപ്പോൾ വീണ്ടും ഒരു പൂജ്യമായിട്ടിരിക്കുകയാണ്. പക്ഷേ യൂട്യൂബ് അതെല്ലാം എനിക്ക് തിരിച്ച് എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അപ്പോൾ ഇങ്ങനെ എനിക്കിപ്പോൾ ഫോൺ കിട്ടിയപ്പോൾ ഒരു 2 മണി ആയിട്ടുണ്ട്, ഏകദേശമൊക്കെ 2 മണിയൊക്കെ ആയി. അപ്പോൾ എനിക്ക് ഇന്ന് വീഡിയോ ഇടാനും പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് അവിടെ ഇരുന്നിങ്ങനെ സങ്കടപ്പെട്ട് വീണ്ടും കംപ്ലൈൻറ്റ്. അപ്പോൾ ഈ ഫോൺ റെഡി ആയി എന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാളും വിഷമം കൂടി വരും. അയ്യോ ഇതെന്തെനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്താണ് എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം ഒന്നും പറയാല്ലോ, സങ്കടം സഹിക്കാൻ പറ്റാണ്ടായി, വിഷമിച്ചു പോയി. ചെറുപ്പം തൊട്ട് ഞാൻ ഒന്നുമില്ല എന്നുള്ള ഒരു ഇതിൽ വളർന്നു. ഞാൻ ഒന്നുമില്ല, ഞാൻ ആരുമല്ല, ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിൽ ഉണ്ട്, എവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ കാണിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ തമാശയായിട്ട്, ഞാൻ എന്ത് കാര്യങ്ങളും ഇങ്ങനെ തമാശയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് തമാശയോട് കൂടി തന്നെയാണ് ഞാൻ എന്നെ സ്വയം ട്രോളി ജീവിക്കുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ തന്നെയാണ് എന്നെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പുകഴ്ത്തിയിട്ടും അടിച്ചമർത്തിയിട്ടും ഞാൻ തന്നെയാണ് കൂടുതൽ പറയാം. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ പിന്നെ ഓരോ കംപ്ലയിൻറ്റ്സും എനിക്കത് എടുക്കാനോ, എനിക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഭയങ്കര പേടിയാണ്. ഇതെങ്ങനെ പൊട്ടിത്തെറിക്കുമോ എന്നുള്ളത് മാത്രമല്ല, എനിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞ് വേറെ ആൾക്കാരിങ്ങനെ അത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞ പ്രശ്നം, ആ സാധനം ഇങ്ങോട്ട് പോയി കഴിഞ്ഞ പ്രശ്നം, ഈ സാധനം ഇങ്ങോട്ട് പോയി കഴിഞ്ഞ പ്രശ്നം, ആപ്പിലേക്ക് കയറി കഴിഞ്ഞ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഉള്ളിലൊരു ഭയം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സങ്കടപ്പെട്ടിരുന്ന് ഇപ്പോൾ ഇന്ന് രാവിലെ ഒന്നും വീഡിയോ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പോയി വന്നതിന് ശേഷം എനിക്ക് വീഡിയോ എടുക്കാൻ നല്ലൊരു ഫോണില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട്. അപ്പോൾ ഇതെൻ്റെ വേറെ BSNL ഫോണാണ്, ഇതിൽ ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പുതിയ ഫോണൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ, മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു അവസരങ്ങളാണ് ചില അവസരങ്ങൾ. അത് നമുക്കെല്ലാവരും ഉണ്ട് എന്ന് നമ്മൾ സ്വയം പിന്നീട് തിരിച്ചറിയുകയും ചെയ്യും. പക്ഷെ ആ ഒരു സമയമുണ്ടല്ലോ, ആ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകൾ, കുറച്ച് സെക്കൻഡ്സുകൾ നമ്മൾ ഒന്നുമല്ല എന്നുള്ള ആ പഴയ പല്ലവിയിൽ ഇങ്ങനെ ചെവിയിലേക്ക് ഇങ്ങനെ അലയടിച്ചിങ്ങനെ കയറി വരും, അലയടിച്ച് വരും. അപ്പോൾ എല്ലാവരും, അത് ഇന്ന ആളൊന്നുമില്ല, എൻ്റെ അച്ഛൻ മാത്രമാണ് എന്നെ ഞാൻ എന്തൊക്കെയോ ആയിത്തീരും, വലിയ ആളായി തീരും എന്നൊക്കെ അല്ല, അങ്ങനെയല്ല. അത് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ അച്ഛനും പിന്നെ എൻ്റെ ഭർത്താവുമാണ്. ഭർത്താവിൻ്റെ ഇപ്പോൾ അതുകൊണ്ടല്ല പറയുന്നത്, ചേട്ടൻ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. എൻ്റെ വീട്ടിൽ ആരും എനിക്ക് എൻ്റെ ഒപ്പം നിന്നിട്ടില്ല, എൻ്റെ ഒരു കാര്യത്തിന് നിന്നിട്ടില്ല, ഒരു കാര്യങ്ങൾക്കും. ഇപ്പോഴും ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തായി എന്നൊക്കെ വിളിച്ച് ചോദിക്കുമെങ്കിലും ടെൻഷൻ ഉണ്ടാവുമായിരിക്കും ഉള്ളിൽ. വരാൻ പറ്റുന്നില്ലല്ലോ ആൾക്ക്, വരാൻ ഞാൻ തനിച്ചാണ് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ അതൊക്കെ ശരിയായി എന്ന് വിചാരിക്കുന്നു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ അങ്ങ് പോവാണ്. പിന്നെ ബാക്കിൽ കാണുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ അരങ്ക പ്രസാദ് വരച്ചതാണ് കേട്ടോ. അഹങ്കാരമൊന്നുമില്ല, വരയ്ക്കാൻ എനിക്കറിയില്ല, വല്ലപ്പോഴാണ് ഞാൻ ബ്രഷ് എടുക്കാറ്. എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ വരയ്ക്കണത് ഇഷ്ടമല്ല. പക്ഷേ ഞാൻ ചുമരുമയൊക്കെ ഇങ്ങനെ വരച്ച് കുറച്ചിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണ ഫോട്ടോ കണ്ടില്ലേ, ഇത് പിന്നെ കണ്ടാ ചിത്രങ്ങൾ, ഇതൊക്കെ എൻ്റെ ചിത്രങ്ങളാണ്. ഇതൊക്കെ പണ്ട് വരച്ചു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ. ഇത് അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ നല്ലൊരു ഭംഗിയായുള്ളൂ. അങ്ങനെ ഈ ചിത്രങ്ങളിലെ കളർ പോലെയാണ് എൻ്റെ മനസ്സ്. അതിങ്ങനെ ലയിപ്പിച്ച് ഇങ്ങനെ നേർത്തും കടുപ്പത്തിലും ഒക്കെ കൊണ്ടുവരും. അപ്പം എല്ലാവർക്കും ഫോണൊക്കെ റെഡിയായി. ഞാൻ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരാം. നമ്മളെടുത്ത് വെച്ച നല്ല വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് പുറത്തൊക്കെ പോയി പോയി എല്ലാം പോച്ച്, കുഴപ്പമില്ല, എനിക്കതൊന്നും കുഴപ്പമില്ല. എനിക്ക് എന്നെ കാണണം, എന്നെ മനസ്സിലാക്കണം, എന്നെ അറിയണം. അതാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അജിൻ്റെ ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.